ഹലോ, കുറേ നാളായി വീഡിയോ ഇട്ടിട്ട്. ഒരു 2 ആഴ്ചക്ക് മേലെയായിട്ടുണ്ടാവും ഞാൻ വീഡിയോ ഇട്ടിട്ട്. കാരണം എനിക്ക് എന്തൊക്കെയോ തിരക്കുകളായി, ഷോർട്സ് എടുക്കാൻ പോലും സമയം കിട്ടുന്നില്ല. ഇപ്പോൾ ഇത് കണ്ടോ, എൻ്റെ ഓർക്കിഡ് റോസ് പൂത്തപ്പോൾ എനിക്ക് തോന്നി നിങ്ങളെയും കൂടെ കാണിക്കണമെന്ന്. കണ്ടോ, ഈ മൊട്ടൊക്കെ വിരിയുമ്പോഴത്തേനും മഴയുടെ അവസ്ഥ എന്തായി, എൻ്റെ പൂക്കൾ വിരിഞ്ഞതൊക്കെ ഒരുമാതിരി ഡാമേജ് ആവും. അപ്പോൾ അതുകൊണ്ടാണ് വേഗം വീഡിയോ എടുത്തത്. കണ്ടോ, അറച്ചു മൊട്ടാണേ, അറച്ചുണ്ട്. ഇതാ ഓരോ കൊമ്പിലും മുട്ടാണ് ഓർക്കിഡ് റോസിന്. ഇതങ്ങ് പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല കേട്ടോ. അതാ താഴെ വന്ന ഏത് ശിഖരത്തിൽ, കുഞ്ഞു കുഞ്ഞു ശിഖരം വരെ എല്ലാത്തിലും മുട്ടുണ്ട്. നല്ല പിടിച്ച് കിട്ടിയാൽ നമുക്ക് നല്ല ഭംഗിയിൽ വളർത്താൻ പറ്റുന്ന റോസാണിത്. നമുക്കിത് പല പല ഷേപ്പിലൊക്കെ ആക്കി മാറ്റാം കേട്ടോ. ഞാനിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ നമുക്ക് നല്ലൊരു റോസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു അസറ്റാണ് ഈ ഓർക്കിഡ് റോസ് എന്ന് പറയുന്നത്. എൻ്റെ കയ്യിൽ ഇത് ഒരെണ്ണേ ഉള്ളൂ. കുറേ എണ്ണം ഞാൻ നട്ട് അവസാനം ഇത് എനിക്കൊന്ന് സെറ്റായതാണ്. സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ഇനി വലിയ പ്രശ്നമില്ല എന്നൊന്നും കേട്ടോ. പിന്നെ ഒരു കാര്യം, നമ്മൾ മഴക്കാലം തുടങ്ങി, റോസൊക്കെ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യേണ്ട സമയമാണ്. കെയർ ചെയ്യേണ്ടത് വെച്ചാൽ വെള്ളം കെട്ടി നിൽക്കാതെ നോക്കണം. ചെടിച്ചട്ടികളിലൊക്കെ വെള്ളം കെട്ടി നിൽക്കാതെ നോക്കണം. കണ്ടോ, ഇപ്പോൾ ഇതൊക്കെ ഇപ്പോൾ വാർന്നു പോയിട്ടുണ്ട് വെള്ളം. പക്ഷെ അതാ ഇവിടെ ഒരുത്തൻ്റെ ചൊട്ടിയിലുണ്ട്. ഇതിപ്പോൾ ഡ്രൈനേജ് ഹോള് ക്ലീൻ ചെയ്യണം. അപ്പം നമ്മളെപ്പോഴും റോസിനെ ശ്രദ്ധിക്കണം. ചെടിച്ചട്ടിയിൽ വെള്ളം കെട്ടി നിൽക്കാതെ നോക്കേണ്ട നമ്മൾ അത്യാവശ്യമാണത്. ചെടിച്ചട്ടിയിൽ വെള്ളം കെട്ടി നിൽക്കാതെ, അതുപോലെ ജൈവ വളങ്ങളൊന്നും ചേർക്കാതിരിക്കുകയും വേണം. അപ്പം ഞാനിപ്പോൾ ഇത് ഓർക്കിഡ് റോസിനെ കാണിക്കാൻ വന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചു അതും കൂടെ പറഞ്ഞേക്കാൻ. കണ്ടോ, റോസൊക്കെ പ്രൂൺ ചെയ്യാനായി. ഒന്ന് അത്യാവശ്യം ഹാർഡ് പ്രൂൺ ചെയ്യേണ്ട, എന്നാലും റോസിനെ ഒന്ന് ക്ലീനാക്കി വെക്കണം. മഴക്കാലത്ത് എപ്പോഴും നമ്മൾ റോസിൻ്റെ ചട്ടിയും മണ്ണും ഒക്കെ ഒന്ന് ക്ലീനാക്കി വെക്കണം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ മണ്ണ് ഇളക്കരുത് അധികം. ഒന്നാമതേ മണ്ണ് ലൂസായിരിക്കുന്നതാണ്. അപ്പോൾ അതിൽ ഇളക്കാതെ അതിന് പിന്നെ ഇടയ്ക്ക് വല്ല മഴയില്ലാത്ത സമയം നോക്കിയിട്ട് നമ്മുടെ രാസവളങ്ങൾ എന്തെങ്കിലും NPK ഒക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഫംഗിസൈഡ് നിർബന്ധമാണ്. സാഫ് ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക, ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക. ഒരു സാഫ് കലക്കി ഒരു സ്ഥലത്ത് വെച്ചിരിക്കുക. അപ്പോൾ പിന്നെ വേഗം അതെടുത്തെടുത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാമല്ലോ. മൊത്തം ചെടിയുടെ ഇലയിലും എല്ലാം മൊത്തത്തിൽ സ്പ്രേയും ചെയ്ത് കൊടുക്കണം, ചോട്ടിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. മഴക്കാലത്ത് എല്ലാവരും റോസിനെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മുടെ റോസൊക്കെ ഡാമേജ് ആയിപ്പോവും. കണ്ടോ, ഈ സുന്ദരികൾ നോക്കിയാട്ടെ, ഇത് ഭംഗിയല്ലേ ഓർക്കിഡ് റോസ്, ഭംഗിയുണ്ട്. ഇതിൻ്റെ 2-3 കളറുണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷേ എനിക്കിപ്പോൾ ഇതൊന്നേ ഉള്ളൂ. അപ്പം ഞാനിത് എടുത്തപ്പോൾ വിരിഞ്ഞപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കാൻ തോന്നി. ഓക്കേ.